Hello, it's me Liajidin. Welcome to Xylem Teaching Exams. അപ്പോൾ Xylem Teaching Examsന്റെ പുതിയൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടറ്റ് എക്സാമുകൾക്ക് ചോദിക്കാറുള്ള പെഡഗോജി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സാധാരണഗതിയിൽ പെഡഗോജി ഒന്നും കുട്ടികൾ എന്ത് ചെയ്യാറില്ല, അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സാധാരണഗതിയിൽ പഠിക്കാറില്ല. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ഈ പെഡഗോജി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കാരണം ഒരു ചോദ്യം തന്നിട്ട് അതിന് 4 ഓപ്ഷനും നമുക്ക് ഒരേപോലെ തോന്നും. റിയൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചർ ബിഹേവ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് കുട്ടികളിൽ ലേണിംഗ് നടക്കേണ്ടത്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലോട്ട് വളരെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളാണ് പെഡഗോജിയുടെ ഭാഗത്ത് നിന്നും ചോദിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പെഡഗോജി ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് സയൻസ് സബ്ജക്ട് റിലേറ്റഡ് പെഡഗോജി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ട്സ് പറഞ്ഞു പോവാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഹാര സമ്പാദനവും ശരീര സവിശേഷതകളും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിന് പക്ഷി നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾ അന്വേഷണാത്മക പഠനത്തിന്റെ ഏതു ഘട്ടത്തിലാണ്? അപ്പൊ നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത് അന്വേഷണാത്മക പഠനവുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അന്വേഷണാത്മക പഠനത്തിന്റെ ഏതോ ഒരു ഘട്ടത്തെ പറ്റിയിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇവിടെ കുട്ടി എന്താണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്? ആഹാര സമ്പാദനവും അതുപോലെ തന്നെ പക്ഷികളുടെ ശരീര സവിശേഷതയും, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് കുട്ടി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ കുട്ടി പക്ഷികളെ എന്ത് ചെയ്യാണ്, നിരീക്ഷിക്കുന്ന ഒരു പരിപാടിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് ഘട്ടത്തിലാണ് കുട്ടി ഉൾപ്പെടുന്നത്? എൻഗേജ്, എക്സ്പ്ലൈൻ, എക്സ്പ്ലോർ, ഇവാലുവേറ്റ്. ഏത് ഘട്ടത്തിലാണ് കുട്ടി എത്തി നിൽക്കുന്നത്? എക്സ്പ്ലോർ അല്ലെ. എക്സ്പ്ലോർ എന്ന് പറയുന്ന ഘട്ടത്തിലാണ് കുട്ടി എത്തി നിൽക്കുന്നത്. ഈ 5E എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ കണ്ടോ? എന്താണ് ഈ 5E എന്ന് പറയുന്നത്? അന്വേഷണാത്മക പഠനത്തിന് 5 ഘട്ടങ്ങളുണ്ട്. ആ 5 ഘട്ടങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് 5Es എന്നുള്ള കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് അന്വേഷണാത്മക പഠനത്തിന്റെ എല്ലാ ഘട്ടങ്ങളുടെയും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന ലെറ്ററിൽ നിന്നുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 5 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. ആദ്യത്തേത് എൻഗേജ് ആണ്, പ്രശ്നം ഏറ്റെടുക്കൽ. കുട്ടി ഒരു പ്രശ്നത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നം കുട്ടിക്ക് വരുന്നു. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുട്ടിക്ക് എന്തെങ്കിലും മുന്നറിവുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. രണ്ടാമത്തെ ഘട്ടമാണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത്, അന്വേഷിക്കൽ. അപ്പൊ ആദ്യം കുട്ടി എന്ത് ചെയ്തു, ഒരു പ്രശ്നം ഏറ്റെടുത്തു. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുട്ടിക്കുള്ള മുന്നറിവുകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു. അതിനുശേഷം കുട്ടി ആ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുകയാണ്. അതാണ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ഘട്ടത്തിൽ കാണുന്നത്. കുട്ടി പലതരത്തിലുള്ള പരീക്ഷണങ്ങളില് നിരീക്ഷണത്തിലൊക്കെ ഏർപ്പെടുന്നതാണ് ഈ രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കണ്ടെത്തലുകൾ വിനിമയം ചെയ്യൽ, എക്സ്പ്ലൈൻ ആണ്. ആദ്യത്തേത് എൻഗേജ്, രണ്ടാമത്തേത് എക്സ്പ്ലോർ, മൂന്നാമത്തേത് എക്സ്പ്ലൈൻ ആണ്. കുട്ടി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ കുട്ടി എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള ആളുകളുമായിട്ട്, കൂട്ടുകാരുമായിട്ടും അധ്യാപകരുമായിട്ട് കൃത്യമായി ആശയവിനിമയം നടത്തുന്നു. അതാണ് എക്സ്പ്ലൈൻ എന്ന് പറയുന്ന ഘട്ടത്തിൽ നടക്കുന്നത്. നാലാമത്തെ ഘട്ടമാണ് തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ, അല്ലെങ്കിൽ എലാബറേറ്റ് ഓർ എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത്. അതായത് കുട്ടി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, കൂട്ടുകാരുമായി പങ്കുവെച്ച കാര്യങ്ങൾ കുട്ടി എന്ത് ചെയ്യുന്നു, പുതിയ ഒരു സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യുന്നു. അതവിടെ വർക്കാകുന്നുണ്ടോ, ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യം ശരിയാണോ, ഇത് പുതിയൊരു സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ സെറ്റ് ആവുന്നുണ്ടോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഘട്ടത്തിലാണ് പരിശോധിക്കുന്നത്. ആ ഘട്ടം കഴിഞ്ഞ് ഏറ്റവും ഒടുവിലാണ് കുട്ടി ഏത് ഘട്ടത്തിലെത്തുന്നത്? വിലയിരുത്തൽ അല്ലെങ്കിൽ ഇവാലുവേറ്റ് എന്ന് പറയുന്നത്. പുതിയ സാഹചര്യത്തിൽ അപ്ലൈ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതാണ് ഏറ്റവും ഒടുവിൽ കാണുന്നത്. അപ്പൊ ഇതാണ് അന്വേഷണാത്മക പഠന മാതൃകയ്ക്ക് വരുന്ന 5 ഘട്ടങ്ങൾ. കണ്ടോ? എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലൈൻ, എലാബറേറ്റ്, ഇവാലുവേറ്റ്. 5Es. ഓക്കെ, ബയോളജിക്കൽ സയൻസ് കരിക്കുലം സ്റ്റഡീസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു 5 ഘട്ടങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെക്കുക. ബയോളജിക്കൽ സയൻസ് കരിക്കുലം സ്റ്റഡീസ് ആണ് ഈ ഒരു 5 ഘട്ടങ്ങളെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ.
ജലത്തിനാണോ മണ്ണെണ്ണയ്ക്കാണോ സാന്ദ്രത കൂടുതൽ എന്ന് കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണത്തിൽ അധ്യാപിക കുട്ടികളെ എല്ലാ ഘട്ടങ്ങളിലും വിലയിരുത്തുന്നു. ഇത് വിലയിരുത്തലിന്റെ ഏതു തലത്തിൽ ഉൾപ്പെടുത്തുന്നു? ജലത്തിനാണോ മണ്ണെണ്ണയ്ക്കാണോ സാന്ദ്രത കൂടുതൽ എന്നാണ് കുട്ടികള് കണ്ടെത്തുന്നത്. പരീക്ഷണം നടക്കുകയാണ്. അപ്പൊ പരീക്ഷണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അധ്യാപിക എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളെ വിലയിരുത്തുന്നുണ്ട്. ഇവിടെ ഏതു തരത്തിലുള്ള വിലയിരുത്തലാണ് അധ്യാപിക നടത്തുന്നത്? പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തെ വിലയിരുത്തൽ, പഠനം തന്നെ വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം. ഇവിടെ ഏത് തരത്തിലുള്ള വിലയിരുത്തലാണ് വരുന്നത്? പരീക്ഷണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും വിലയിരുത്തുന്നുണ്ട് അല്ലെ? ആ ഒരു സെന്റൻസ് വായിക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ? പഠനത്തിനായുള്ള വിലയിരുത്തൽ. പരീക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അധ്യാപിക വിലയിരുത്തുന്നതെങ്കിൽ അത് പഠനത്തെ വിലയിരുത്തലാണ്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പരീക്ഷണം നടക്കുന്ന ഓരോ ഘട്ടത്തിലും അധ്യാപിക കുട്ടികളെ വിലയിരുത്തുന്നുണ്ട്. അതാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. പരീക്ഷണത്തിന്റെ എൻഡിലായിരുന്നെങ്കിൽ അത് ഓഫ് ലേണിംഗ് ആണ്. കുട്ടികൾ എന്തോരം കാര്യങ്ങള് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എന്തോരം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി നടത്തുന്നതാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. പഠനത്തില് ഇംപ്രൂവ്മെന്റ്സ് വരുത്തണം, അതുപോലെ തന്നെ കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ തീർക്കണം, അതിനൊക്കെ വേണ്ടി നടത്തുന്ന വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. മാറിപ്പോകരുത്, ഉറപ്പായിട്ടും ഈ ഒരു വിലയിരുത്തലുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നും ചോദ്യം വരും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ആശയ അവതരണത്തിന് ഫ്ലോ ചാർട്ട് എന്ന ഉപാധി ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന സന്ദർഭം ഏത്? ആശയ അവതരണത്തിന് ഫ്ലോ ചാർട്ട് എന്ന ഉപാധി ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠന സന്ദർഭം ഏതാണ്? ഫ്ലോ ചാർട്ട് അല്ലെ? ചാർട്ടുകൾ പലതരത്തിലുണ്ട്. ഫ്ലോ ചാർട്ട് ഉണ്ട്, അതുപോലെ തന്നെ പൈ ചാർട്ട് വരുന്നുണ്ട്, ട്രീ ചാർട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ചാർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫ്ലോ ചാർട്ടിന് പറ്റിയിട്ടുള്ള ഒരു പഠന സന്ദർഭം തന്നിട്ടുള്ളതില് ഏതാണ്? അന്നപഥത്തിലൂടെയുള്ള ആഹാരത്തിന്റെ സഞ്ചാരം, വിവിധ തരം ശ്വേതരക്താണുക്കൾ, രോഗങ്ങളും രോഗകാരികളും, ഹൃദയത്തിന്റെ ഘടന. ഇതിൽ ഏത് ടോപ്പിക്കാണ് നമുക്ക് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന ഒരു ഉപാധി ഉപയോഗിച്ച് പഠിപ്പിക്കാൻ സാധിക്കുന്നത്? ഏതായിരിക്കും? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് അല്ലെ? അന്നപഥത്തിലൂടെയുള്ള ആഹാരത്തിന്റെ സഞ്ചാരം. തുടർച്ചയായ ഏതെങ്കിലും ഒരു പ്രക്രിയ അല്ലെങ്കിൽ തുടർച്ചയായി വരുന്ന ഒരാശയം അത് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഉപാധിയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അതിന് എന്തുണ്ടായിരിക്കും? ഒരു തുടർച്ച ഉണ്ടായിരിക്കും. ഇവിടെ വിവിധ തരം ശ്വേതരക്താണുക്കൾ, രോഗങ്ങളും രോഗകാരികളും, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ഘടന. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു തുടർച്ച നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ? അപ്പൊ അത് തുടർച്ചയില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം ടോപ്പിക്കുകള് നമുക്കൊരു ഫ്ലോ ചാർട്ടിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റില്ല? പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ തുടർച്ചയായ ഒരു പ്രക്രിയ അതല്ലെങ്കിൽ ആശയം എത്തിക്കാനാണ് ഫ്ലോ ചാർട്ടുകൾ കൂടുതലായും നമ്മൾ ഉപയോഗിക്കുന്നത്. തുടർച്ചയായ ഒരു പ്രക്രിയ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതി സംബന്ധമായ വസ്തുതകളെ കുറിച്ച് നിരവധി നിരീക്ഷണങ്ങളിലൂടെ രൂപപ്പെടുന്ന വിശദീകരണം. പ്രകൃതി സംബന്ധമായ വസ്തുതകളെ കുറിച്ച് നിരവധി നിരീക്ഷണങ്ങളിലൂടെ രൂപപ്പെടുന്ന വിശദീകരണം ഏതാണ്? അല്ലെങ്കിൽ ആ വിശദീകരണത്തിന് പറയുന്ന പേര് എന്താണ്? വസ്തുതകൾ, ആശയങ്ങൾ, സിദ്ധാന്തങ്ങൾ, തത്വങ്ങൾ. വസ്തുതകൾ എന്നാണോ, ആശയങ്ങൾ എന്നാണോ, സിദ്ധാന്തങ്ങൾ എന്നാണോ, തത്വങ്ങൾ എന്നാണോ നമ്മൾ പറയുന്നത്? നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന വിശദീകരണങ്ങൾ. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഫാക്ട്സ് ആണോ, ഐഡിയാസ് ആണോ, പ്രിൻസിപ്പിൾസ് ആണോ, തിയറീസ് ആണോ? ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ? സിദ്ധാന്തങ്ങളാണ് ഇവിടെ ആൻസർ വരുന്നത്. തിയറീസ് ആണ് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന വിശദീകരണങ്ങളാണ് സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തിയറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വസ്തുതകൾ, എന്താണ് ആശയങ്ങൾ, എന്താണ് തത്വങ്ങൾ എന്നും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ വസ്തുതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, അതിനെയാണ് നമ്മൾ ഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സൈക്കോളജിയുടെ ഫാദർ എന്ന് പറയുന്നത്, ഇപ്പോൾ ആധുനിക മനഃശാസ്ത്രത്തിന്റെ ഫാദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതൊരു ഫാക്റ്റ് ആണ് അല്ലെ, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരമാണ്, അതാണ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇനി ആശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകന്മാരുടെ, അതല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ വ്യത്യസ്തമായിട്ടുള്ള ചില വീക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക കാര്യത്തിനോട് പല പല ആളുകൾക്കും പലതരത്തിലുള്ള വീക്ഷണങ്ങളാണ് ഉണ്ടായിരിക്കുക. ആ വീക്ഷണങ്ങളെയാണ് നമ്മൾ ഐഡിയാസ് അല്ലെങ്കിൽ ആശയങ്ങൾ എന്ന് പറയുന്നത്. അതിനെന്തുണ്ടായിരിക്കണം എന്നില്ല, നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടതാകണമെന്ന് നിർബന്ധമില്ല. എൻ്റെ അഭിപ്രായത്തിൽ സൂര്യൻ ഉദിക്കുന്നത് ഇന്ന കാരണം കൊണ്ടാണ്, അതെന്താണ്, അതെന്റെ ഒരു ഐഡിയ ആണ്, അതിനെന്തില്ല, നിരീക്ഷണത്തിന്റെയോ പരീക്ഷണത്തിന്റെയോ ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങളെ നമ്മൾ ഫാക്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഏതെങ്കിലും വ്യക്തികളുടെ ആശയങ്ങളെ അത് നമ്മൾ ഐഡിയാസ് എന്നാണ് വിളിക്കുന്നത്. അത് പരീക്ഷണ നിരീക്ഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നതല്ല. ഇനി അടുത്തതാണ് സിദ്ധാന്തങ്ങൾ. സിദ്ധാന്തങ്ങൾ നമ്മൾ പറഞ്ഞു, നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളെയാണ് നമ്മൾ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, കാലാകാലങ്ങളായിട്ട് ഇതിങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിംസ് ഓഫ് ടീച്ചിങ് ഉണ്ട് അല്ലെ, മാക്സിംസ് ഓഫ് ടീച്ചിങ് ഇന്ന രീതിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും, കാരണം അത് അങ്ങനെയാണ് കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെയോ പെരുമാറ്റത്തിന്റെയോ ശൃംഖലയുടെയോ യുക്തിയുടെയോ അടിത്തറയെ വർത്തിക്കുന്ന അടിസ്ഥാന സത്യങ്ങളോ നിർദ്ദേശങ്ങളോ. ഓക്കെ, ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്, അതൊരു പ്രിൻസിപ്പിൾ ആണ്, ഒരു തത്വമാണ് അല്ലെ. കുട്ടികൾക്ക് ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അതിൽ നിന്നും വേണം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അതൊരു തത്വമാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട് നമുക്ക് ടീച്ചിങ് നടത്താം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പാഴ്വസ്തുക്കളും വില കുറഞ്ഞ വസ്തുക്കളും ഉപയോഗിച്ച് ക്ലാസ് മുറിയിൽ കുട്ടി ഉപകരണങ്ങൾ തയ്യാറാക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ശാസ്ത്ര പഠന തലങ്ങളിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ്. കുറച്ചും കൂടി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പാഴ്വസ്തുക്കളും വില കുറഞ്ഞ വസ്തുക്കളും ഉപയോഗിച്ച് കുട്ടി എന്ത് ചെയ്യുന്നു, പുതിയ ചില ഉപകരണങ്ങൾ തയ്യാറാക്കുന്നു. ശാസ്ത്ര പഠന തലങ്ങളിൽ ഇത് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? വൈജ്ഞാനിക തലവുമായി ബന്ധപ്പെട്ടതാണോ, പ്രയോഗ തലവുമായി ബന്ധപ്പെട്ടതാണോ, പ്രക്രിയ തലവുമായി ബന്ധപ്പെട്ടതാണോ, സർഗാത്മക തലവുമായി ബന്ധപ്പെട്ടതാണോ? പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വില കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയത് അല്ലെ. ആ പുതിയ രീതിയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ കോൺസെപ്റ്റ് കിട്ടും. ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? സർഗാത്മക തലം അല്ലെ. ക്രിയേറ്റീവ് ഡൊമൈൻ ആണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. പുതിയ രീതിയിൽ അല്ലെങ്കിൽ ആരും ചിന്തിക്കാത്ത രീതിയിൽ ആരും ഉപയോഗിക്കാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ചില നിർമ്മിതികൾ രൂപീകരിക്കുക, അത് നമ്മുടെ സർഗാത്മക തലവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശം, ജലം, വളങ്ങൾ, മണ്ണിന്റെ ഗുണം എന്നിവ സസ്യത്തിന്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. സസ്യങ്ങളുടെ വളർച്ചയിൽ ജലത്തിന്റെ സ്വാധീനം എന്ന പഠനത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് നിയന്ത്രിത ചരങ്ങളായിട്ട് വരുന്നത്? ഏതൊക്കെയാണ്? ഓപ്ഷൻ എ സൂര്യപ്രകാശം, വളങ്ങൾ, ജലം. ബി ജലം, മണ്ണിന്റെ ഗുണം, വളങ്ങൾ. സി സൂര്യപ്രകാശം, വളങ്ങൾ, മണ്ണിന്റെ ഗുണം. ഡി നിയന്ത്രിത ചരങ്ങളുടെ ആവശ്യമില്ല. ഇവിടെ പരീക്ഷണ രീതിയെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. പരീക്ഷണ രീതിയാണ് വരുന്നത്. ഇവിടെ എന്താണ്, ഒരു സസ്യത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൂര്യപ്രകാശമുണ്ട്, ജലം വരുന്നുണ്ട്, വളങ്ങൾ, മണ്ണിന്റെ ഗുണം. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സസ്യത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഏത് ഘടകങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? സസ്യങ്ങളുടെ വളർച്ചയും വെള്ളത്തിന്റെ ലഭ്യതയും. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണം നമ്മൾ നടത്തുമ്പോൾ ഏതൊക്കെയാണ് നിയന്ത്രിത ചരമായിട്ട് വരുന്നത്?
ഏതൊക്കെയാണ് നിയന്ത്രിത ചരമായിട്ട് വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഇവിടെ സസ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ആരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? വെള്ളത്തിന്റെ ലഭ്യതയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ വെള്ളം അല്ലെങ്കിൽ ജലം എന്ന് പറയുന്നത് ഇവിടെ സ്വതന്ത്ര ചരമാണ്. സസ്യത്തിന്റെ വളർച്ച ജലത്തിന്റെ ലഭ്യതയെ ആശ്രയിച്ചു നിൽക്കുന്നു. അപ്പൊ സസ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ആശ്രിത ചരമാണ്. ഈ രണ്ട് ചരങ്ങളും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ എവിടെ പഠിക്കുക? പരീക്ഷണ രീതിയിൽ പഠിക്കാം. ഇനി നമ്മൾ പറഞ്ഞു സസ്യത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന വേറെയും ഘടകങ്ങളുണ്ട്. പക്ഷെ ആ ഘടകങ്ങളെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പരിഗണിക്കുന്നില്ല. അതിനൊക്കെ നമ്മൾ നിയന്ത്രിച്ചു വെച്ചിരിക്കുകയാണ്. സ്റ്റാച്യു അല്ലെ, അവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ അവിടെ അനങ്ങണ്ട, നിങ്ങളെ പറ്റിയിട്ട് ഒന്നും പഠിക്കുന്നില്ല. എന്തിനെ പറ്റി മാത്രമേ പഠിക്കുന്നുള്ളൂ? വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ സസ്യം വളരുമോ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ കുറവ് കൊണ്ടാണോ സസ്യത്തിന്റെ വളർച്ച നിന്നുപോയത്, ആ ഒരു ഘടകത്തെ പറ്റി മാത്രമാണ് പഠിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ചരങ്ങളൊക്കെ തന്നെയും ഏതായിരിക്കും? നിയന്ത്രിത ചരമായിരിക്കും. ഇനി ആ ഓപ്ഷൻസ് നോക്കിയേ. ഇതിൽ ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബിയിലും ജലം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റഡി നമ്മൾ നടത്തുമ്പോൾ ജലം എന്ന് പറയുന്നത് എന്താണ്? സ്വതന്ത്ര ചരമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എയും ബിയും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉത്തരമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ സൂര്യപ്രകാശം, വളങ്ങൾ, മണ്ണിന്റെ ഗുണം, ജലം ഒഴികെയുള്ള ബാക്കി ഘടകങ്ങളൊക്കെ തന്നെയും ഏതായിട്ടാണ് വരിക? നിയന്ത്രിത ചരമായിട്ടാണ് വരിക. കൺട്രോൾഡ് വേരിയബിൾസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികൾ നേടിയിരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണ്യങ്ങളിൽ പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികൾ നേടിയിരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണ്യങ്ങളിൽ പെടാത്തത് ഏത്? വിമർശനാത്മക ചിന്ത, തീരുമാനമെടുക്കൽ, പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം, ആശയവിനിമയ ശേഷി. അപ്പൊ നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾ ഇന്ന ജീവിത നൈപുണ്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ കുറച്ചധികം സ്കിൽസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പെടാത്തത് ഏതാണ്? വിമർശനാത്മക ചിന്തയാണോ, തീരുമാനമെടുക്കലാണോ, പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തമാണോ, ആശയവിനിമയ ശേഷിയാണോ? ഏതാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കാത്തത്? ഏതാണ്? പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം. കുട്ടികളിലെ വിമർശനാത്മക ചിന്ത വളരണം, തീരുമാനമെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കണം, കൃത്യമായ രീതിയിൽ ആശയവിനിമയം നടത്താനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ഇതൊക്കെ വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾ നേടിയെടുക്കേണ്ട ജീവിത നൈപുണ്യങ്ങളാണ്, ലൈഫ് സ്കിൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ആളാരാണ്? ഓപ്ഷൻ സി ആണ്, പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള സ്കില്ല് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയാലോ. ഇതാണ് നമ്മുടെ WHO പറയുന്ന ലൈഫ് സ്കിൽസ്. സെൽഫ് അവയർനെസ് ഓർ സെൽഫ് മാനേജ്മെന്റ്. അവനവനെ കുറിച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മനസ്സിലാക്കാൻ പറ്റണം. അവനവനെ കുറിച്ച് ഒരു അവബോധം കുട്ടികളിൽ ഉണ്ടാകണം. ഇനി ബാക്കിയുള്ള ആളുകളോട് എംപതി അല്ലെങ്കിൽ സിമ്പതി, സഹഭാവ മനോഭാവം വളരണം. പിന്നെ വരുന്നതാണ് കുട്ടികൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. നിരവധിയായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഓരോ കുട്ടികൾക്കും വരുന്നത്. അത് കൃത്യമായ രീതിയിൽ സോൾവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി കുട്ടികളിൽ വളരണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. സാമൂഹിക വികാസം നടന്നെങ്കിലേ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളരുള്ളൂ അല്ലെ. ബാക്കിയുള്ള ആളുകളുമായിട്ട് നല്ല രീതിയിൽ ഇടപെടാനും അവരുമായിട്ട് ആരോഗ്യകരമായ ഒരു ബന്ധം സ്ഥാപിക്കാനും കുട്ടികൾക്ക് സാധിക്കണം. ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മൈൻഡ് സെറ്റ് വളരണം. അവൻ എൻ്റെ കുറ്റം പറഞ്ഞു, അതുകൊണ്ട് നാളെ അവനെ കൊല്ലാം എന്നുള്ള രീതിയിലോട്ടല്ല കുട്ടികൾ ചിന്തിക്കേണ്ടത്. മറിച്ച് എന്താണ് എൻ്റെ പ്രശ്നം എന്നത് കുട്ടികൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്രിറ്റിസിസംസ് വരികയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മൈൻഡ് സെറ്റ് കുട്ടികളിൽ വളർത്തേണ്ടതുണ്ട്. ഇനി അവനവന്റെ സ്ട്രെസ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി കുട്ടികൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ ചിന്തിക്കാനും സർഗാത്മകപരമായിട്ട് ചിന്തിക്കാനുമുള്ള കഴിവ് കുട്ടികൾക്ക് വരണം. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് നടത്താനും കൊളാബറേഷൻസ് നടത്താനും സാധിക്കണം. അപ്പൊ ഇത്രയും സ്കിൽസ് വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾ നേടിയിരിക്കണം എന്ന് WHO പറയുന്നതാണ്. ഇത് ലൈഫ് സ്കിൽസ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ജീവിതത്തില്
അത്യന്താപേക്ഷിതമായി ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളാണിത്. ഓക്കെ, അപ്പൊ WHO ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സ്കിൽസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ തവണത്തെ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ഒരു ലൈഫ് സ്കില്ലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ WHO പറഞ്ഞിട്ടുള്ള ജീവിത നൈപുണ്യങ്ങൾ ഏതൊക്കെയാണ്, വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾ നേടിയെടുക്കേണ്ട ജീവിത നൈപുണ്യങ്ങൾ, അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചിട്ട് പോവാ. ഇതൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഇന്നത്തെ കാലത്ത് ഈ ഒരു ഭൂമിയിൽ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഏതൊക്കെ കഴിവുകൾ ഉണ്ടായിരിക്കണം, മിനിമം വേണ്ട കഴിവുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പെഡഗോജി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പെഡഗോജി ക്ലാസ്സസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക് ഇനി ഒന്ന് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക, നല്ലപോലെ പഠിക്കുക. ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ലേണിംഗ് സ്ട്രാറ്റജിയാണ് ഇനി വേണ്ടത്. അപ്പോൾ നല്ലപോലെ പഠിച്ച് ഈ വരുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്